ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇറാനി ചായൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവിയൊന്നും പുറത്ത് പോകാത്ത മൂടിയിട്ടായിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. കുക്കറിൽ എന്തിലാണെങ്കിലും വെക്കാം, ഞാൻ ഈ പാത്രം ഉള്ളതുകൊണ്ട് ഇതെടുത്ത്. അപ്പോൾ അതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഒക്കെ തന്നെ 2.5 ടേബിൾ സ്പൂണ് ചായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒക്കെ ഒരു 3 ഏലക്കയും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒക്കെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊരു 10-15 മിനിറ്റോളം നമ്മൾ ചായ ഒന്ന് തിളച്ച് കുറുകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. ഈ 2.5 ഗ്ലാസ് വെച്ച വെള്ളം 1 ഗ്ലാസ് ആകുന്നത് വരെ കുറുക്കി കിട്ടും. അപ്പോൾ നമുക്കത് അങ്ങനെ അത് ഇതായിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി 15 മിനിറ്റിന് ശേഷം നല്ലോണം കുറുകി നല്ല കടുപ്പത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതേപോലെ തന്നെ അതിൻ്റെ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ 3 ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ തന്നെ മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതെടുത്തുകൂടെ ചെറിയ തീയിലിട്ടിട്ട് പിന്നെ അതിനൊന്ന് സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ട് വന്നിട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ അതൊരു പാലിനേക്കാൾ കുറച്ച് കുറുകിയ പോലെ ആകുമ്പോൾ അതിനൊന്ന് മാറ്റി അതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അതും തിളച്ചതിന് ശേഷം തീ ഓഫാക്കിയിട്ട് അതും അരിച്ചിട്ട് വേറൊരു പാത്രത്തിലായിട്ട് വെക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്താക്കാം, ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് ഈ കടുപ്പത്തിലുള്ള ഈ കട്ടൻ ചായന ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ തിളപ്പിച്ച പാല് 3/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുത്ത് കുടിക്കാം. വലിയ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സാധാ ചായനേക്കാളും ഈ മിൽക്ക് മേഡ് ഇടുന്നതുകൊണ്ട് ഇത്ര കടുപ്പത്തിൽ ഈ ചായപ്പൊടി വെള്ളം തിളപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് വലിയ ടേസ്റ്റ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയിട്ട്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.